സിനിമ ഫീൽഡിൽ നിന്ന് അവനെ ഔട്ടാക്കണം. എല്ലാം കഴിഞ്ഞ് അവസാനം കരഞ്ഞവൻ എന്റെ കാല് പിടിച്ചു വരും. ആ ഒരു അവസരത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കണേ എന്നുള്ള കാര്യങ്ങളൊക്കെ പൾസർ സുനിയോട് പറയണേ. പൾസർ സുനിയൊക്കെ മൂളിക്ക് പിടിച്ചിട്ട് ചുണ്ടോട് ചുണ്ട് ചേർത്ത് കിസ് ചെയ്തിട്ട് അവർ ഇറങ്ങി. എന്നിട്ട് കൈകൊണ്ട് ഒരു ആക്ഷനൊക്കെ ഇങ്ങനെ. യഥാർത്ഥത്തിൽ ദിലീപ് അറസ്റ്റ് ആയി കഴിഞ്ഞപ്പോഴാണ് ദിലീപ് എന്നുള്ള നടനെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കേസാണിത് എന്നുള്ളത്. ഇതാണ് ഇങ്ങനെ റൂമിൽ വെച്ച് എടുത്തേക്കണതാണോ എന്നൊരു സംശയമുണ്ട് ആ വീഡിയോകൾ. ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. വീഡിയോ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം കമന്റും കൂടി ചെയ്തേക്കുക. ഇപ്പോൾ അടുത്ത് വന്ന മാർട്ടിന്റെ മൊഴി, ആ ഒരു വീഡിയോയിലെ മൊഴി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അയാൾ ആരുടെയൊക്കെയോ ഫോഴ്സിന് ഇരയായിട്ട് സ്വന്തമായിട്ട് താല്പര്യമില്ലാതെ ആരോ എഴുതി കൊടുത്ത ഒരു എസ്സേ നോക്കി വായിക്കുന്ന കണക്കിനെയാണ് അയാളുടെ ആ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അയാളുടെ കണ്ണിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്, ഇടയ്ക്ക് മേലോട്ട് നോക്കുന്നുണ്ട്, താഴെ നോക്കി വായിക്കുന്ന പോലെ ഒരു പ്രതീതി നൽകുന്ന പോലെ ഇങ്ങനെ തപ്പി വായിക്കുന്നുണ്ട്. അങ്ങനെ ഏതാണ്ടൊക്കെയാണ് അയാളുടെ വീഡിയോയിൽ അയാൾ കാണിച്ചു കൂട്ടുന്നത്. പോരാത്തതിന് ഞാൻ ഫസ്റ്റ് കാണിച്ച ആ ഒരു ക്ലിപ്പ് അയാൾ ആ വീഡിയോ കണ്ട കണക്കനെയാണ് അയാളുടെ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലായത്. അപ്പോൾ ഈ പുള്ളിക്കാരൻ അതെങ്ങനെ കണ്ടു എന്നുള്ളത് പല യൂട്യൂബ് ചാനലുകളിൽ പല ആൾക്കാർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അയാൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി വെക്കാം. പൾസർ സുനിയോട് പറയണേ. പൾസർ സുനിയൊക്കെ മൂളിക്ക് പിടിച്ചിട്ട് ചുണ്ടോട് ചുണ്ട് ചേർത്ത് കിസ് ചെയ്തിട്ട് അവർ ഇറങ്ങി. എന്നിട്ട് കൈകൊണ്ട് ഒരു ആക്ഷനൊക്കെ ഇങ്ങനെ. യഥാർത്ഥത്തിൽ ദിലീപ് അറസ്റ്റ് ആയി കഴിഞ്ഞപ്പോഴാണ് ദിലീപ് എന്നുള്ള നടനെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കേസാണിത് എന്നുള്ളത്. ഇതാണ് ഇങ്ങനെ റൂമിൽ വെച്ച് എടുത്തേക്കണതാണോ എന്നൊരു സംശയമുണ്ട് ആ വീഡിയോകൾ. ഇയാൾ പറയുന്നത് എന്താ വെച്ചാൽ മഞ്ജു വാര്യറിന്റെ പക തീർക്കാൻ ബാക്കിയുള്ള ആളുകൾ കൂട്ടുനിന്നു എന്നുള്ള ഒരു ലൈനിലാണ് ഇയാൾ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. മഞ്ജുവിന്റെയും പിന്നെ ആരാണ് രമ്യ നമ്പീശൻ, ഭാവന, ലാല്, അങ്ങനെ കുറച്ച് ആൾക്കാരുടെ പ്ലാനും പദ്ധതിയും പ്രകാരമാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത് എന്നൊക്കെയാണ് ഇയാൾ വാദിച്ചെടുക്കുന്നത്. എന്താവശ്യത്തിനാണ് ഒരു സ്ത്രീ തന്റെ മാനം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിന്നു കൊടുക്കേണ്ടത്? കൂട്ടുകാരിക്ക് വേണ്ടിയിട്ടോ മഞ്ജു വാര്യർ എന്ന് പറയുന്ന സുഹൃത്തിന് വേണ്ടിയിട്ട് സ്വന്തം മാനം കളങ്കപ്പെട്ടു എന്ന് ഇത്രയും വലിയ ന്യൂസാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ കൂട്ടു നിൽക്കുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. എനിക്ക് അങ്ങനെ ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ അങ്ങനെ കരുതുന്നുമില്ല. പിന്നെ അന്നേ ദിവസം സംഭവം ഉണ്ടായതിനു ശേഷം എടുത്ത മെഡിക്കൽ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ ഫേക്കാണ് എന്നാണോ നിങ്ങൾ സ്ഥാപിക്കുന്നത്? പോരാത്തതിന് ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടായതിനു ശേഷം കോടതി തന്നെ നടി ആക്രമിക്കപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതും തെറ്റായ ഒരു വാർത്തയാണ് എന്നാണോ നിങ്ങൾ നിങ്ങളുടെ വീഡിയോ വഴി പറയുന്നത്? ഇതിൽ അവിടെ എന്തൊക്കെ നടന്നു എന്തൊക്കെ നടന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇയാളുടെ വീഡിയോയ്ക്കകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സംഭവം വേറൊന്നുമല്ല, അന്ന് എന്തൊക്കെ കോടതിയിൽ വക്കീൽ വാദിച്ചോ എന്തൊക്കെ ലൂപ്പ് ഹോൾസ് ഉണ്ടോ അതൊക്കെ എഗെയിൻസ്റ്റ് ആക്കിയിട്ട് നടിക്കും നടീനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാർക്കും നേരെ തിരിച്ചുവിടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇയാൾ എവിടെ നിന്ന് വീഡിയോ എടുത്തു? ആരാണ് ഇയാളുടെ വീഡിയോ എടുക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്നത്? ആരാണ് ഈ വീഡിയോ എടുക്കാൻ ഇയാളെ ഹെൽപ്പ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ കുറച്ചും കൂടെ തെളിവുകൾ ഈ ഒരു കേസിനെതിരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ കേസിലെ രണ്ടാം പ്രതിയായിട്ടുള്ള മാർട്ടിൻ എന്ന് പറയുന്ന വ്യക്തി തുടക്കത്തിൽ പൾസർ സുനിനെ അറിയില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇയാളെ അവിടെ ആ ഒരു ഇതിലേക്ക് ജോലിക്ക് പ്രവേശിപ്പിക്കുന്നത് പൾസർ സുനിയാണ്. തന്റെ സുഹൃത്താണ് എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് മാർട്ടിന് ജോലി അവസരം ശരിയാക്കി കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ എന്നോ എടുത്തു വെച്ചൊരു വീഡിയോ ആണ്. ഇപ്പോഴാണ് ഈ ഒരു സംഭവം റിലീസ് ആയിട്ടുള്ളത്. കാരണം കറക്റ്റ് എപ്പോഴാണ് ഈ സാധനം പുറത്തു വിടേണ്ടത് എന്ന് നോക്കിയിരിക്കുകയായിരുന്നു. കിട്ടിയ താപ്പിന് ആ സാധനം അങ്ങോട്ട് പുറത്തുവിടേണ്ട സാഹചര്യങ്ങൾ ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ദിലീപ് കുറ്റവിമുക്തനായി, തെറ്റൊന്നും പുള്ളിക്കാരന്റെ ഭാഗത്തില്ല എന്ന് തെളിയിക്കപ്പെട്ടു. ജനങ്ങൾ അത് ഏറ്റെടുത്തു. അയാൾ എന്ത് ചെയ്യാണ്? അയാൾ ഇത്രയും കാലം അനുഭവിച്ച കാര്യങ്ങൾക്കെതിരെ മറ്റൊരു കേസ് കൊടുത്തിട്ട് മഞ്ജു വാര്യർക്കും ആക്രമിക്കപ്പെട്ട നടിക്കും അനുബന്ധപ്പെട്ട ആളുകൾക്കുമെതിരെ തിരിഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും ചെയ്തു തുടങ്ങിയിരിക്കുന്നു. അപ്പൊ അതിന്റെ ഒരു പ്രതിഫലനമായിട്ടാണ് മാർട്ടിന്റെ ഈ ഒരു വീഡിയോ എന്ത് ചെയ്തിട്ടുള്ളത്, ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത്. ഇവിടെ ഈ മാർട്ടിൻ പറഞ്ഞ കാര്യങ്ങൾ അത്രയും തന്നെ ഇതിനു മുമ്പ് അഖിൽ മാരാർ അയാളുടെ പോസ്റ്റ് വഴി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതേ സെയിം സാധനം തന്നെയാണ് ഇപ്പൊ വന്നിട്ടുള്ള ഒരു വീഡിയോയ്ക്കകത്ത് മാർട്ടിൻ പറയുന്ന കാര്യങ്ങളും. അപ്പൊ ഇത് കണക്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ അഖിൽ മാരാറും ഇതിന്റെ ഒരു കണ്ണിയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട്. കാരണം പുള്ളി എന്തൊക്കെ പറഞ്ഞോ അതിൽ എന്തൊക്കെ സംശയങ്ങളും ദുരൂഹതകളും ആരോപിച്ചോ അതേ സാധനങ്ങളൊക്കെ തന്നെ മാർട്ടിൻ എന്ത് ചെയ്യുന്നുണ്ട്, അയാളുടെ ആ ഒരു വീഡിയോയ്ക്കകത്ത് മൊഴിയിലൂടെ ജനങ്ങളിലോട്ട് എത്തിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പൊ എല്ലാരും കൂടെ നടീനെയാണ് കുറ്റക്കാരിയാക്കി ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. നടി ദിലീപിനെ കൊടുക്കുന്നതിന് ആവശ്യമായിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടെ നിന്ന് ഉമ്മ വെച്ച് അത്തരത്തിലൊരു സെക്സിൽ ഏർപ്പെട്ടു, തന്നെ ബലാത്സംഗം ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തികൾക്ക് കൂട്ടുനിന്നു, വീഡിയോ ക്യാമറയിൽ പകർത്താൻ അതിന് കൂട്ടുനിന്നു കൊടുത്തു എന്നുള്ള രീതിയിൽ ആ നടി ആക്രമിക്കപ്പെട്ട നടി അതിജീവിതനെ വളരെ മോശമായ രീതിയിൽ പുള്ളിക്കാരിയാണ് എല്ലാത്തിനും ധൂമഹേതു കാരണം, അത് അവരുടെ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണ്, അതിനു വേണ്ടി ദിലീപിനെ കൊടുക്കുന്നതിന് വേണ്ടി അവർ അഭിനയിച്ച രംഗങ്ങളാണ് എന്നുള്ളതൊക്കെയാണ് ഇവരെന്ത് ചെയ്ത് നോർമലൈസ് ചെയ്ത് ആൾക്കാരെ കാണിക്കാൻ നോക്കുന്നത്. ഈ അഖിൽമാരാന്റെ പോസ്റ്റ് എന്ന് മനസ്സിലായത് ആക്രമിക്കപ്പെട്ടത് ഒരു നടിയാണ്. പല സിനിമാ സൈറ്റുകളിലും ആളുകളുമായിട്ട് ഇന്റിമേറ്റ് ആയിട്ട് അഭിനയിക്കുന്ന ഒരു നടി, സിനിമകളുടെ ഷൂട്ടിങ്ങിന് വേണ്ടി അഭിനയിക്കുന്ന ഒരു നടി ജീവിതത്തിലും ഒരുത്തനെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഈ ദിലീപ് എന്ന് പറയുന്ന പ്രസ്തുത കക്ഷിനെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെയും കാറിനകത്ത് താൻ ബലാത്സംഗത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്ന പോലെ മറ്റൊരാളുമായി അഭിനയിച്ച് അത് ചിത്രീകരിച്ച് അയാളെ തന്ത്രപരമായി കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ള കാര്യങ്ങളാണ് ഇവരെന്ത് ചെയ്തത് പറഞ്ഞു വെക്കുന്നത്.
ഇങ്ങനെയൊക്കെ പറയാൻ ഇവർക്ക് നാണമുണ്ടോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ സ്വന്തം ജീവിതവും ചരിത്രവും വെച്ചിട്ട് ഒരാൾ ഇത്തരത്തിലുള്ള പ്രവൃത്തിക്ക് കൂട്ടു നിൽക്കുന്നത് പറയാൻ നാണമുണ്ടോ ഇവറ്റങ്ങൾക്കൊക്കെ? ഈ കേസുമായി ബന്ധപ്പെട്ട യഥാർത്ഥ സത്യങ്ങൾ, നടൻ ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കേസിലെ യഥാർത്ഥ സത്യങ്ങൾ എനിക്കറിയാം. അതിന്റെ പേരിൽ മാത്രം ഇത്രയും നാളെ എന്നെ ജയിലിലിട്ടായിരുന്നത്. നടൻ ലാലും ഡയറക്ടർ ശ്രീകുമാർ മേനോനും നടി മഞ്ജു വാര്യറും രമ്യ നമ്പീശനും ചേർന്ന് ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കെണിയാണ് ഈ കേസ്. വണ്ടിയിൽ നടീനെ ആക്രമിച്ചു എന്ന് പറയപ്പെടുന്നത് വെറുതെ പറയുന്നത്. നടിയുടെ വീട്ടിൽ നിന്ന് തുടങ്ങി നടൻ ലാലിന്റെ വീട് വരെ ഞാനാണ് വണ്ടി ഓടിച്ചായിരുന്നത്. ഏകദേശം ഒരു അരമണിക്കൂറോളം നടി ഉള്ളിലിരുന്ന് ഫോണിൽ സംസാരിക്കണ്ടായി. എടപ്പള്ളി വൈറ്റിലേക്ക് തിരിയാണ് അവിടെ വെച്ച് വണ്ടി വൈറ്റിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ പാലാരിയുടെ പൈപ്പ് ലൈനിന്റെ അവിടെ വെച്ച് ഒരാളവിടെ ടൗലും കെട്ടി നിൽക്കണ്ടായിരുന്നു. മുഖത്തൊരു ടൗലും കെട്ടി വണ്ടി സൈഡാക്കാൻ എന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, മാർട്ടിൻ ഇവിടെ ഇറങ്ങിക്കോ, അവിടെ നിന്ന് വണ്ടി അവരെടുത്തോളെന്ന് പറഞ്ഞു. ആ കയറിയ വ്യക്തിയാണ് ഇപ്പൊ പൾസർ സുനി എന്ന് പറഞ്ഞ ഈ കേസിൽ 1-ാം പ്രതിയായിട്ടുള്ളത്. അപ്പോഴാണ് ഞാൻ അയാളെ കാണുന്നത്. ഇവിടെ പേഴ്സണൽ ഡ്രൈവറായിട്ട് അയാളെ ഞാൻ 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അല്ലാതെ ഒരു ബന്ധം ഞാൻ അയാളെ. അപ്പൊ ഇത്രയും ഭാഗം കേട്ടതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, ആ ഒരു റെഡ് ബാഗിന്റെ കേസ് പറയുന്നുണ്ട്. ആ റെഡ് ബാഗിനകത്ത് പൈസ ആയിരുന്നു എന്നുള്ളത് ഈ പുള്ളിക്കാരൻ എങ്ങനെ അറിഞ്ഞു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ആ വീടിനകത്ത് പോയ സമയത്ത് അതിനകത്ത് വെച്ച് ഫോൺ കോളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് മറ്റൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. ആ സമയത്ത് കൂടെ ഇയാൾ ഉണ്ടായിരുന്നു എന്നുള്ളത് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. മറ്റെന്തെങ്കിലും ആവശ്യത്തിനായിരിക്കാം വീടിനകത്തോട്ട് പോയിട്ടുണ്ടായിരുന്നിരിക്കാം. മൂന്നാമത് ഇയാൾ പറയുന്ന കാര്യം, ഇയാൾ പൾസർ സുനിയെ ആ സമയത്താണ് ആദ്യമായിട്ട് കണ്ടത് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ തൊട്ടടുത്ത നിമിഷം മാറ്റി പറയുന്നുണ്ട്, ഇതിനു മുമ്പ് ഞാൻ 2 തവണ കണ്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ഇയാൾ പറയുന്നതിൽ തന്നെ ഒരുപാട് ചേർച്ചക്കുറവുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ വണ്ടിയിൽ നിന്ന് ഞാൻ ഇറങ്ങി ചെല്ലുമ്പോൾ ജീൻ പോളും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും പൾസർ സുനിയുടെ ഏറ്റവും അറ്റത്ത് ഭാവന സൈഡില് പൾസർ സുനി ഇരിക്കുന്നത്, അതിന്റെ അപ്പുറത്ത് ജീനും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും ഉണ്ടായി. അവർ രണ്ടുപേരും ഇറങ്ങി നേരെ ഇരുന്നു. ഭാഗത്ത് കഴിയിട്ട് ഇങ്ങനെ ഇരിക്കാറുണ്ട് പൾസർ സുനി ആ സമയത്ത്. ഇത് കഴിഞ്ഞ് എന്നെ കണ്ടുകഴിഞ്ഞപ്പോ എനിക്ക് നേരെ നിന്നിട്ട് ഡ്രസ്സ് ഇങ്ങനെ നേരെ ആക്കിയിട്ടു. ഒരു നടി സ്വന്തം ചാരിത്രം സ്വന്തം നിന്ന് കൊടുക്കുകയാണ്, വ്യഭിചരിക്കാൻ വേണ്ടി നിന്ന് കൊടുക്കുക, തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തോന്നും പറഞ്ഞിട്ട് തോളത്ത് കൈയിട്ടിരിക്കുകയായിരുന്നു. ശേഷം ഡ്രസ്സ് ശരിയാക്കി ഈ വക തെമ്മാടിത്തരം പറയുന്ന ഇവനെ ഉണ്ടല്ലോ സ്പോട്ടിൽ അടിച്ച് കൈകാര്യം ചെയ്യാണ് വേണ്ടത്. ഒരു സ്ത്രീ സ്വന്തം ശരീരം വെച്ചിട്ട് വ്യഭിചരിച്ച് മറ്റൊരാൾക്ക് അവരുടെ ഒരാൾക്ക് ക്രൈം ചെയ്യാൻ വേണ്ടി കൂട്ടുനിന്ന് കൊടുക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? ഞാൻ കരുതുന്നില്ല കേട്ടോ. ഈ വീഡിയോയ്ക്ക് തന്നെ ഉടനീളം ഇയാൾ പറയുന്നുണ്ട്, എന്നോട് പറഞ്ഞതല്ല, ഞാൻ ഇവർ സംസാരിക്കുന്നത് കേട്ടതാണെന്ന്. ഇങ്ങനെ ഒരു ക്രൈമില് ഇയാൾക്ക് പങ്കില്ല, ഇയാൾ അറിയാതെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരാൾ ഇത്രയും വലിയൊരു ക്രൈമിനകത്ത് ഇങ്ങനെ ഒരാളെ ഇൻക്ലൂഡ് ചെയ്യിക്കുക? അതും ഇങ്ങനെയും ഇത്രയും വെൽ പ്ലാൻഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് ചെയ്യുന്ന ഒരു പ്ലാനിനകത്ത് ഇങ്ങനെ ഒരു മണ്ടനെ കയറ്റി ഇവർ ഇരുത്തുവോ? ആ പ്ലാനിനെ കുറിച്ച് വ്യക്തമായി ധാരണയുള്ള ഒരാളല്ലേ അതിനകത്ത് ഉൾപ്പെടുത്തുള്ളൂ. പിന്നെ ഇനിയിപ്പോ ഇയാൾക്ക് ധാരണ ഇല്ല എന്ന് തന്നെ ഇരിക്കട്ടെ, ഇയാൾ കേൾക്കെ ആ വണ്ടിക്കകത്തിരുന്ന് ഇത്തരം കാര്യങ്ങൾ ആരെങ്കിലും ഡിസ്കസ് ചെയ്യോ? നാളെ ഇയാളത് മറ്റെവിടെയെങ്കിലും പോയി പറയില്ല എന്നത് ആര് കണ്ടു? അപ്പൊ ഇത്രയൊന്നും ചിന്തിക്കാണ്ടാണോ ഈ ദിലീപിനെ വെളുപ്പിക്കാൻ നടക്കുന്ന ആൾക്കാർ ചോദിക്കുന്ന പോലെ? അപ്പൊ ഇത്രയൊന്നും ചിന്തിക്കാതെയാണോ ഇവരിങ്ങനെ ഒരു പ്ലാനും പദ്ധതിയും തയ്യാറാക്കി എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക നിങ്ങൾ കരുതുന്നുണ്ടോ? ഇയാൾ സ്വന്തമായിട്ട് ഓരോ ഭാവനയിൽ കഥകൾ ചിത്രീകരിച്ച് അല്ലെങ്കിൽ മറ്റാരോ പറഞ്ഞു കൊടുക്കുന്ന എസ്സേ നോക്കി വായിച്ച്, അല്ലാതെ മറ്റേ നിയമപരമായിട്ട് എന്തൊക്കെ ലൂപ്പ് ഹോൾസ് അതിജീവിതക്കെതിരെ കൊടുക്കാൻ പറ്റും അതൊക്കെ ചിന്തിച്ചെടുത്ത് മെനഞ്ഞെടുത്ത് എഴുതിയെടുത്ത് കറക്റ്റായിട്ട് നോക്കി വായിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ദിലീപിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരി ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി. അതും സ്വന്തം ശരീരം വെച്ച് കളിച്ചത് ദിലീപിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ആരും വിശ്വസിക്കാത്ത ഒരു തരം നുണയാണ് ഈ പുള്ളിക്കാരൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുനി കെട്ടിപ്പിടിച്ചിട്ട് ചുണ്ടോട് ചുണ്ട് ചേർത്ത് കിസ് ചെയ്തിട്ട് അവർ ഇറങ്ങി. കൈകൊണ്ട് ഒരു ആക്ഷനൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് സുനി ഇറങ്ങി പോണേക്കും എന്നെ പറഞ്ഞു, ഡോറ് തുറക്കണേക്കും എന്ന് പറഞ്ഞു. ഈ ഡ്രൈവർ ഒരു പ്രശ്നമാവില്ല എന്ന് പറയണം. അപ്പൊ ഭാവന പറഞ്ഞു, ഒരു പ്രശ്നമില്ല, അവന്റെ കാര്യം ഞാനേറ്റെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞതിൽ ദിലീപ് അറസ്റ്റ് ആയി കഴിഞ്ഞപ്പോഴാണ് ദിലീപ് എന്നുള്ള നടനെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കേസാണിത് എന്നുള്ളത്. അപ്പൊ ഈ പുള്ളിക്കാരൻ കാണിക്കുക ഇങ്ങനെയൊക്കെ കാണിച്ചു, കെട്ടിപ്പിടിച്ചു, ചുണ്ടത്ത് ഉമ്മ വെച്ചു, നാണം ഉണ്ടോടെ ഇങ്ങനെ പറയാന്? ഒരു സ്ത്രീ അനുഭവിച്ച അത്രയും ആ ഒരു നിമിഷങ്ങളെയാണ് നിങ്ങൾ ഇത്ര നിസാരവൽക്കരിച്ചിട്ട് ഇതൊക്കെ പ്ലാനിന്റെ പദ്ധതിന്റെ ഭാഗമായിട്ടാണ് അവർ അങ്ങനെ ഉമ്മ വെച്ചു ഇങ്ങനെ ഉമ്മ വെച്ചു കെട്ടിപ്പിടിച്ചു എന്നൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീയൊക്കെ എങ്ങനെയാടോ സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാവുന്നത്? ഇങ്ങനെയൊക്കെ കുടുംബമില്ലേ, മക്കളില്ലേ, ഭാര്യയില്ലേ, അമ്മയില്ലേ, സഹോദരിമാരില്ലേ? ഇതിന്റെ അവസാനം അവൻ പറയുന്നുണ്ട് ദിലീപിനെതിരെ കേസ് വന്നതിന് ശേഷമാണ് ഈ അവൻ എന്ന് പറയുന്നത് ദിലീപാണെന്ന് ഇവനെ അറിയുന്നത്. അപ്പൊ അത്രയും നേരം ആ വീട് മുതൽ നടീനെ പിക്ക് ചെയ്യാൻ പോയ സമയം തൊട്ടിട്ട് ഈ ഒരു ഇൻസിഡന്റ് ആയിട്ട് അവർ കാർന്ന് പോണത് വരെ ഇവനെ അറിയത്തില്ല
ദിലീപിനെ കുറിച്ചാണ് ഇവർ സംസാരിക്കുന്നതെന്ന് അറിയത്തില്ല എന്നാണ് ഇവനിവിടെ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ നേരത്തെ പറഞ്ഞ അങ്ങനെയല്ല, ഇപ്പൊ തിരുത്തി പറയുന്നത് പക്ഷെ ഇങ്ങനെയാണ്. ദിലീപിന്റെ അറസ്റ്റ് ഉണ്ടായതിനു ശേഷമാണ് ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ അറിയുന്നത്. എനിക്കൊരു പെറ്റി കേസ് പോലും ഇല്ലാതെ എല്ലാവരും കൊട്ട കണക്കിന് കേസ് തലയിൽ വെച്ചിട്ടൊന്നുമല്ല ആദ്യമായിട്ട് ഓരോ കേസ് ചെന്ന് ചാടുന്നത്, മനസ്സിലായോ? അങ്ങനെ ഫ്ലോയിൽ വരിക. ഇതിന്റെ ആദ്യത്തെ കേസല്ലേ, തുടർന്ന് ഇഷ്ടംപോലെ കേസ് വൈക്കും ഉണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. അതിൽ പറയുന്ന പ്രസ്തുത വീഡിയോ റൂമിൽ വെച്ചായിരിക്കും എടുത്തിട്ടുണ്ടായിരിക്കുക എന്നൊരു സാധനം അവർ പറയുന്നുണ്ട്. അത് റൂമായിരുന്നോ കാറായിരുന്നോ വീഡിയോക്കകത്ത് ഏത് തരം ബാക്ക്ഗ്രൗണ്ട് ആണെന്ന് ഇയാൾ എങ്ങനെ അറിഞ്ഞു? അത് അവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇയാള് പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ സ്വന്തം നടി അവരുടെ ജീവിതം വെച്ചിട്ട് ഒരു ക്രൈമിന് കൂട്ടുനിന്നു, കളിച്ചു, പൾസർ സുനി അവരെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി, താൻ വ്യഭിചരിക്കാൻ വേണ്ടി നിന്നു കൊടുത്തു ഒരു നടി, ശേഷം പോയി പോലീസ് പരാതി കൊടുക്കുന്നു, കോടതി കണ്ടെത്തിയ സാധനങ്ങൾ അത്രയും തന്നെ തെറ്റാണ്, അന്നെടുത്ത മെഡിക്കൽ റിപ്പോർട്ട്സ് തെറ്റാണ്, അതിജീവത വെറും നുണ പറയാണ്, അതും മഞ്ജു വാര്യർക്ക് വേണ്ടിയാണ്. ഇതൊക്കെയാണ് ഇയാൾ പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇയാൾ പറയുന്ന എന്തെങ്കിലും ഒരു വാക്ക് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമന്റ് ചെയ്യട്ടോ. ഞാൻ ഒരു വാക്ക് പോലും വിശ്വസിച്ചിട്ടില്ല. കാലം ഇന്നല്ലെങ്കിൽ നാളെ സത്യം തെളിയിക്കും. ആ സമയത്ത് ഇവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.